നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ ഏപ്രിൽ മാസം 28-ാം തീയതി കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്? നമ്മുടെ ബസ് പൊതുഗതാഗതത്തെ ബാധിക്കുമോ? അതുപോലെ തന്നെ കടകളെല്ലാം തുറക്കുമോ? അതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അതിലെ ഉദ്യോഗസ്ഥരെല്ലാവരും രാജിവെക്കണമെന്നും അവർക്ക് തക്കതമായ ശിക്ഷ ലഭിക്കണമെന്നും അറിയിച്ചുകൊണ്ടാണ് ഈ നാളത്തെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒട്ടുമിക്ക ദളിത് സംഘടനകളുമാണ് നാളത്തെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതൊരു രാഷ്ട്രീയ ഹർത്താലോ അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഹർത്താലോ അല്ലാത്തതുകൊണ്ട് തന്നെ നാളെ ബസ്സുകളെല്ലാം ഓടുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കടകളും മറ്റു കാര്യങ്ങളും നാളെ തുറക്കുമെന്നാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ കേരളത്തിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ബന്ധായി മാറലാണ് ഉണ്ടാകാറ്. കടകൾ തുറക്കാതെ അല്ലെങ്കിൽ ബസ്സുകളൊന്നും ഓടാതെ അത് വലിയ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ നാളെ ഇതൊന്നും ഉണ്ടാകില്ലെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സൂചന. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഹർത്താലുകൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ നാളത്തെ ഹർത്താലിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും നാളെ 12 മണിക്കൂർ നേരത്തേക്കാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള 12 മണിക്കൂർ സമയത്തേക്കാണ് നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.